കരിയർ ജേർണിയിൽ ആക്ച്വലി നമുക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാം, അതേപോലെ തന്നെ മറ്റുള്ളവർ ത്രൂ നമുക്ക് മോട്ടിവേറ്റഡ് ആവാനും പറ്റും. നമ്മളിപ്പോൾ ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയാം എനിക്കിപ്പോൾ ക്രിക്കറ്റിൽ ഒരു നല്ലൊരു പൊസിഷനിൽ എത്തണം, നല്ലൊരു പ്ലെയർ ആവണം എന്നാണ് ആഗ്രഹമെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് അതിലെ ഏറ്റവും നല്ല പെർഫോമൻസ് ചെയ്യുന്ന വ്യക്തികളെ റോൾ മോഡലാക്കി അവർ പോയ പാത്തിലൂടെ അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്തിട്ടുള്ള എത്തിക്സ് അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്തിട്ടുള്ള ഹാർഡ് വർക്ക് ഇതിനെയൊക്കെ ഒരു സ്റ്റഡി നടത്തി റിസർച്ച് ചെയ്ത് നമ്മൾ അതിലൂടെ നമ്മുടെ ജേർണീനെ കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. അതേസമയം മറ്റുള്ളവരാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നായിരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ സ്കിൽസുമായിട്ട് അത് മാച്ച് ആവണം, ഇല്ലെങ്കിൽ നമ്മുടെ തോട്ട്സായിട്ട് പാഷനായിട്ട് അത് മാച്ചായി പോകണം എന്ന് നിർബന്ധമില്ല. പക്ഷേ അങ്ങനെ പാരൻസ് ഒരുപാട് പേര് ചെയ്യാറുമുണ്ട്, ഫ്രണ്ട്സ് ചെയ്യാറുണ്ട് നമ്മുടെ ഫ്രണ്ട്സിനെ കരിയറിൽ ഗ്രോ ചെയ്യിക്കാനൊക്കെ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ. കാരണം നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ കരിയറിൽ കയറുമ്പോൾ ചിലപ്പോൾ നോ കേൾക്കാം, റിജക്ഷൻസ് വരാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയറാണ് അത് ഓവർകം ചെയ്യാനായിട്ട്.